അധികം ചേരുവകളൊന്നുമില്ലാതെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, സവാള, പച്ചമുളക്, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി മതി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങയുടെ കൂടെ അരയ്ക്കാനാണ് 1 സ്പൂൺ പെരുംജീരകം. പിന്നെ സവാളയാണ് നമ്മൾ കടുക് വറുത്തിട്ട് സവാള ഇട്ട് വഴറ്റി കറിവേപ്പിലയും ചേർത്ത് ഇളക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ശേഷം സവാള അരിഞ്ഞത്, പച്ചമുളക് ഇട്ട് കൊടുത്തു. മതി. നമുക്ക് മല്ലിപ്പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം അതുപോലെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു 5 വിസിലെങ്കിലും മിനിമം കേൾക്കണം. ഗ്രീൻ പീസ് വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുക്കിലോട്ട് 1 സ്പൂൺ പെരുംജീരകവും തേങ്ങയും ഇട്ട് കൊടുക്കുക. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വീണ്ടും അടുപ്പിലോട്ട് വെക്കാം. നല്ലതുപോലെ തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, തിളപ്പിക്കരുത്. നല്ലതായി ചൂടായതിനു ശേഷം നമുക്കിത് താത്ത് വെക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. നല്ലൊരു പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പകുതി സവാള ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് കറിയിലോട്ട് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2 സെക്കൻഡ് നമുക്ക് ഒന്ന് മൂടി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും നാളെ ഒരു ഡിഷുമായിട്ട് കാണാം.